ഗുരുജി അങ്ങനെ നേരത്തെ പറഞ്ഞ നിരീശ്വരവാദികളുടെ കാര്യമുണ്ടല്ലോ, അപ്പൊ അതില് എന്തുകൊണ്ടാണ് അവർ സയൻസിനെ കൂടുതലായിട്ട് മുറുകെ പിടിക്കുന്നത്? എല്ലാവർക്കും എന്തെങ്കിലും ഫിലോസഫി വേണ്ടേ? ഈശ്വരൻ ഇല്ലാന്ന് സമർത്ഥിക്കാനും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് ഇന്ന് കാലത്തെ ഏറ്റവും ബെസ്റ്റ് ഉപായം എന്താ? സയൻസ് ആണ്, അല്ലേ? സയൻസിനെ പിടിച്ചോളുക, സയൻസിനെ ആധാരമാക്കി പറയുക. എന്നിട്ട് പറയും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, എല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആണെന്ന്. സയന്റിഫിക്കലി പ്രൂവൺ ആയത് ആർക്കാ? സയന്റിസ്റ്റിനല്ലേ? നമുക്കറിയുമോ? ജേർണലി വന്നു, ലോകം അംഗീകരിച്ചു, സയന്റിഫിക് കമ്മ്യൂണിറ്റി അംഗീകരിച്ചു, ഉടനെ അങ്ങ് വിശ്വസിച്ചുകൊള്ളുക. നാളെ സയൻസ് പറയുക ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ചില സയന്റിസ്റ്റുകൾ പറയും, ഇല്ലേ, അവർക്ക് ഈ സയൻസിനൊപ്പം തന്നെ ഈശ്വരവിശ്വാസം. ചില സയന്റിസ്റ്റ് അല്ല, ഒട്ടുമുക്കാലും സയന്റിസ്റ്റുകൾ ഈശ്വരവിശ്വാസികളും അന്ധവിശ്വാസികളുമാണ്. കാരണം അവർക്കറിയാം ലോകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് അൺമെഷറബിൾ, അല്ലേ? ഒന്നിനെ പറ്റിയും ക്ലിയർ ആയിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറയുന്നു അതൊക്കെ കൺഫ്യൂഷനാണ് എത്തിപ്പെടുക. ഈ സയന്റിസ്റ്റുകളൊക്കെ പ്രൂവ് ചെയ്തിട്ടുമുണ്ട്, ഇല്ലേ? പണ്ട് നോബൽ പ്രൈസ് കിട്ടിയ ഒരാൾക്ക് സ്പന്ദമാണ് എന്ന് പറഞ്ഞില്ലേ കിട്ടി? എന്താ സ്പന്ദം എന്ന് പറയുന്നത്? പാർട്ടിക്കിളാണ്. എന്തിന്റെ സ്ട്രക്ചർ? ആറ്റത്തിന്റെ സ്ട്രക്ചറോ എന്തുവാ? ഇലക്ട്രോൺ സ്പന്ദമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടി. ഒരാൾ പറഞ്ഞു അത് വേവ് ആണെന്ന്, അയാൾക്കും കിട്ടി നൊബേൽ പ്രൈസ്. ഇത് പരസ്പര വിരുദ്ധമല്ലേ? ഇനി മൂന്നാമൊരാൾക്ക് കിട്ടി, അയാൾ പറഞ്ഞു രണ്ടുമാണെന്ന്, പർട്ടിക്കുലർ വേവാന്ന് പറഞ്ഞു. പാർട്ടിക്കിളുമാണ് വേവാണ് ഒരേ സമയമെന്ന്, അയാൾക്കും കൊടുത്തു നൊബേൽ പ്രൈസ്. അപ്പൊ ഇതൊക്കെ എന്ത് സയൻസാ ഇത്? ഇനി അയാൾ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. കാരണം അങ്ങനെയാണ് ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ചേരുന്ന. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഫിലോസഫിയെ പിടിക്കാതെ ഒന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയായി. ഈശ്വരവാദികൾക്കും എന്തെങ്കിലും ഫിലോസഫി വേണം, വേണ്ടേ? അവരപ്പോ ബുദ്ധിസത്തെയോ ജൈനിസത്തെയോ ഹിന്ദുയിസത്തെയോ ടാവോയിസത്തെയോ ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമിനോ ഒക്കെ കയറി പിടിക്കും. എന്നിട്ട് പറയും ഈശ്വരൻ ഉണ്ടെന്ന്. ഏത്? ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ. അവർക്കും വേണ്ട എന്തെങ്കിലും ഫിലോസഫി. നിരീശ്വരവാദികൾക്ക് പറ്റിയ ടെക്സ്റ്റ് ഏതാ? സയൻസ്. സയന്റിസ്റ്റുകൾ അല്ല പറയുന്നത്, സയന്റിസ്റ്റുകളാണ് ഈ വിഷയം പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഫിലോസഫി വേണം. ആൾക്കാരെ എതിർക്കണം. കാരണം ആൾക്കാരൊക്കെ അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോണു. എല്ലാവരും ഞങ്ങളിപ്പോൾ ഉദ്ധരിച്ച് കളയാം, എല്ലാവർക്കും സയന്റിഫിക് നോളജ് ഞങ്ങളങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കാരണം ഞങ്ങളുടെ ഗുരുക്കന്മാരായ സയന്റിസ്റ്റുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഈ തിയറികളൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം മറ്റുള്ളത് അവർ പള്ളി പോണ്ട് അവരും തെറ്റാണ്, അമ്പലത്തിൽ പോണ്ട് അവർ തെറ്റാണ്. പക്ഷെ സയൻസ് പറയുന്നു. ഇപ്പൊ സയൻസ് എന്ന് പറഞ്ഞൊരു ഒരു സാധനമാണോ? ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയിൽ ഉണർന്ന ഈ അറിവുകളല്ലേ ഇതല്ല. ഇതൊക്കെ എനിക്ക് അനുരൂപമായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് പറയും ചില സയന്റിസ്റ്റുകൾ സൂഡോ സയന്റിസ്റ്റുകളാണ്, അങ്ങനെയും പറയാറില്ലേ? കാരണം അവരെന്താ, ഇവരുടെ തിയറിയായിട്ട് യോജിക്കണില്ല. എൻ്റെ തിയറിയുമായിട്ട് യോജിക്കുന്ന ആരാണോ അവരൊക്കെ ശരി, എൻ്റെ തിയറിയായിട്ട് യോജിക്കാത്ത ആരാണോ അവരൊക്കെ തെറ്റ്. ഇങ്ങനെയല്ലേ പൊതുവിൽ മനുഷ്യ സ്വഭാവം. ആധ്യാത്മികരും ഇത് തന്നെ പറയും. ക്രിസ്ത്യാനികൾ പറയും വേറെ, ക്രിസ്തുവിൽ മാത്രം ഉറച്ചിരിക്കുന്നവർ പറയും വേറെല്ലാം തെറ്റാണ്, ഞങ്ങൾ മാത്രം ശരി. ഇനി ശിവ ആരാധകർ പറയും ബാക്കി എല്ലാവരും തെറ്റ്, ഞാൻ ശരി. ഇത് തന്നെ ഇസ്ലാമിസ്റ്റുകളും പറയും, ഇല്ലേ? മനുഷ്യരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് തന്നെ നിരീശ്വരവാദികളും പറയും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ യുക്തിയുമായിട്ട് ചേരുന്നൊക്കെ ശരി. എല്ലാവരും ഓരോരുത്തരം വിശ്വാസികളാണ്. ആർക്കും ഈശ്വരാനുഭൂതി ഉള്ളവരല്ല. ആരും സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നുമില്ല. സത്യത്തെ വ്യാഖ്യാനിക്കാൻ മാത്രം ശ്രമിക്കുന്നു, അതിനെപ്പറ്റി ഒന്നും അറിയാതെ. അന്ധന്മാരാനെ കണ്ട പോലെ. അറിഞ്ഞവനോ ഈ തർക്കത്തിലും വിതർക്കത്തിലും ഒരു അർത്ഥവും ഇല്ല. അവൻ ആരോടും ഒന്നും പറയാനുമില്ല, ആരെയും ഒന്നും അറിയിക്കാനുമില്ല. കാരണം അവനറിയാം എല്ലാം ഈശ്വരലീലയാണെന്ന്. ഈശ്വരൻ എന്ന് വെച്ചാൽ ആത്മം. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായി മറയുന്ന തോന്നലുകൾ, കളികൾ മാത്രമാണ്. ഈ വിശ്വമായി കാണപ്പെടുന്നതൊക്കെ ഒരു ലീലയാണ്, ഒരു നാടകമാണ്, ഒരു ഗെയിമാണ്. അവൻ ആരോടും വിരോധമില്ല. ഈശ്വരവാദികളോടുമില്ല, സയൻസ് ബിലീവേഴ്സിനോടുമില്ല, എത്തിസ്റ്റുകളോടുമില്ല, ആരോടും അവന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അവര് ഈ വിഷയത്തെ പിടിക്കുന്ന ഇന്ന കാര്യത്താണ് ഞാൻ വിചാരിക്കണം. ഗുരുജി, അപ്പൊ ഒരു റിയൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സത്യത്തെ അന്വേഷിക്കുന്നവനാണ് ശാസ്ത്രജ്ഞൻ. എന്ന് വെച്ചാൽ എന്താ? ശാസ്ത്രത്തെ പറ്റി ഒന്നും അറിയാത്തവനാ ശാസ്ത്രജ്ഞൻ, അല്ലേ? അതുകൊണ്ടാണല്ലോ അവൻ അന്വേഷിക്കുന്നത്. അവനറിയാം അവൻ്റെ അറിവുകൾക്ക് വളരെ പരിമിതി ഉണ്ടെന്ന്. കാരണം സത്യം അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഈ സത്യത്തെ ആർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും? എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ
ആരാ പറഞ്ഞിരിക്കുന്നത് ഞാൻ കടൽ തീരത്ത് മണൽത്തരികല കക്കയോ മറ്റോ പെറുക്കുന്ന ഒരു കുട്ടിയെ പോലെയാണെന്ന്? അറിഞ്ഞവർക്കറിയാം ഒന്നും അല്ലെന്ന്. അറിഞ്ഞതൊക്കെ വെറും കക്ക ചിപ്പികൾ കടൽപ്പുറത്തുനിന്ന് പെറുക്കിയ പോലുള്ള ഉള്ളൂ. ഈ വിശാലമായ ഈ മഹാപ്രപഞ്ചത്തിൽ എന്തറിയാനാ പറ്റുക? അപ്പോൾ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ഒരു സീക്കറാണ്. അവനും അന്വേഷിക്കും സത്യത്തെയാ. പുറത്തോട്ട് അന്വേഷിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഒരു കാലത്ത് അവൻ തിരിച്ചു വരും. അവൻ്റെ സോഴ്സിലേക്ക്, ആദ്യ സ്രോതസ്സിലേക്ക് അവൻ തിരിച്ചു വരും. വന്നേ പറ്റൂ. അങ്ങനെയാ ഈ പ്രകൃതിയുടെ കളി. നേരത്തെ പറഞ്ഞ സാധനയുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആശ്രമം എങ്ങനെയാണ് സാധനയെ സഹായിക്കുന്നത്? ആശ്രമം എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ഗുരു പറയും ശ്രംകർ വരിക പണിയെടുക്കാൻ. ഞാൻ പറയും, ഞാൻ മടിയനായോണ്ട് പറയും ശ്രമമൊന്നും വേണ്ട, അവിടെ ചെന്നിരുന്നാൽ മതി. എന്ന് വെച്ചാൽ അവിടെ അതിന് അനുകൂലമായ വാതാവരണമായിരിക്കും. ഉദാഹരണത്തിന് ആനന്ദധാമി വന്നു. ഇപ്പൊ നിങ്ങൾ ആനന്ദധാമിലാണല്ലോ, നല്ല സുഖമുണ്ടോ? കഴിഞ്ഞ 5 ദിവസങ്ങളായി നിങ്ങൾ ഇവിടെ ഉണ്ട്. 5 ദിവസം കടന്നു പോയത് തോന്നുന്നുണ്ടോ? അതോ ഒരു ഒഴുക്ക് എവിടോ തുടക്കമില്ലാതെ അവസാനമില്ലാതെ ഒഴുകുന്ന ഒരു ഒഴുക്കായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഒഴുക്കായിട്ട് അല്ലേ? ഇതിൻ്റെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, മനസ്സിൽ നിന്ന് എന്തെല്ലാം വിമിഷ്ടങ്ങൾ പൊങ്ങി വരുന്നുണ്ടല്ലേ? എന്തെല്ലാം സന്തോഷകരമായ ബബിൾസ് മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്നു ഇല്ലേ? എല്ലാം അനുഭവിക്കുന്നു, അതിലൂടെ ഒഴുകിപ്പോകുന്നു, കേവലം സാക്ഷിയായിരിക്കുന്നില്ലേ? നിങ്ങൾ എന്ത് ശ്രമമാണ് ചെയ്യുന്നതിന് വേണ്ടി? നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഗുരുതത്വം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതായിട്ടല്ലേ അനുഭവിക്കുന്നത്. നിങ്ങളിവിടെ കുട്ടികളെ പോലെ ആനന്ദിക്കുകയല്ലേ? ഒരു പാർക്കിലേക്ക് ഇറക്കി വിട്ട കുട്ടികളെ പോലെ നിങ്ങൾ ഓരോ ഉപകരണങ്ങളിൽ കയറി അർമാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ചെയ്യണത്, അല്ലേ? അതുപോലെ അനുഭവപ്പെടുന്നത്. ഇനി വല്ല എഫേർട്ട് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ ആശ്രം എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ശ്രമം വേണ്ടാത്ത, ശ്രമരഹിതമായ ഒരു സ്ഥലം, അതാണ് ആശ്രമം. അത് നിങ്ങളുടെ ഇന്നർ ഗ്രോത്തിനെ സഹായിക്കണമെന്ന് മനസ്സിലായല്ലോ. ഇനി എൻ്റെ ഗുരു പറഞ്ഞല്ലേ ശ്രംകർ, അതായത് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കർമ്മ ചെയ്യാനുള്ള സ്ഥലമാണ്. പുറത്തു പോയി പണിയെടുത്തല്ലേ പറ്റൂ. ഇവിടെ നിന്ന് വന്നിരിക്കുന്ന എന്തിനാ? കുത്തിയിരുന്ന് സൂഹിക്കാനാ? അതോ മുന്നോട്ടുള്ള ജോലിക്കുള്ള, നമ്മുടെ കർമ്മം ചെയ്യാനുള്ള ധൈര്യം, ആ ബലം, ആ ഊർജം അത് സംഭരിക്കാനല്ലേ? അപ്പൊ ഗുരു പുറത്തുനിന്ന് വിളിക്കുന്നു ശ്രംകർ. അപ്പൊ ഈ ലോകം എവിടെ? അതും ആശ്രമം തന്നെ. കാരണം ഇവിടുന്ന് എടുത്തോണ്ട് ഓരോ തൈകളും നിങ്ങൾ പുറത്തു കൊണ്ട് നടണം. ഈ ലോകം മുഴുവൻ ഒരു ആനന്ദമാക്കണം. അങ്ങനെയാ അനന്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഗുരു. അനന്തൻ്റെ ധാം മുഴുവൻ ആനന്ദം കൊണ്ട് നിറയ്ക്കണം. അതെൻ്റെ ജോലി. ആ ജോലി നിങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ സർവത്ര ആശ്രമമാക്കി മാറ്റണം. ഇതൊരു പ്രൊപ്പഗൻഡയാ അല്ലേ? പ്രൊപ്പഗൻഡ ടു ബി ഹാപ്പി. മേക്ക് ദ വേൾഡ് എ ഹാപ്പി പ്ലേസ്, മേക്ക് ദ വേൾഡ് എ ഹെൽത്തി പ്ലേസ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആശ്രമത്തിന് സഹായകരമല്ലേ അധ്യാത്മ വളർച്ചയ്ക്ക്? ഇതാ എൻ്റെ ആശ്രമം കേട്ടോ, അല്ലാതെ ഈ കുറച്ച് സ്ഥലമല്ല.